ഞങ്ങൾ സംഘം എന്ന സ്ഥലം ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ വൻ മലനിരകളും അതിന് മുകളിൽ മേഘാവൃതമോ അല്ലെങ്കിൽ നല്ല നീലാകാശമോ ഉൾപ്പെടുന്ന ആ കാഴ്ച ഗംഭീരമാണ്. ഇവിടെ ഇപ്പോൾ ആ മലനിരകൾക്ക് പുറകിൽ ഒരു മഞ്ഞുമലയും കൂടി കാണാൻ കഴിയും. ഞങ്ങൾ സംഘം എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇൻഡസ് നദിയും സൻസ്കാർ നദിയും തമ്മിൽ ഒത്തുചേരുന്ന സ്ഥലമാണത്. നമ്മുടെ ഇടതുവശത്ത് നിന്ന് ഈ കലങ്ങി ചെളി പോലെ ഒഴുകി വരുന്ന ഈ നദിയാണ് സൻസ്കാർ നദി. നേരെ മുന്നിൽ നിന്ന് ഈ ഒഴുകി വരുന്നത് ഇൻഡസ് നദിയാണ്. നീല നിറമാണ് ആ വെള്ളം. തമ്മിൽ ഒരുമിച്ച് സംഗമിച്ച് ഒഴുകി പോവുകയാണ്. താഴോട്ടും പോകാൻ പറ്റും, പക്ഷെ ഞങ്ങൾ താഴേക്ക് പോയില്ല. കാരണം കാണാൻ നല്ല ഭംഗി മുകളിൽ നിന്നാണ് കാഴ്ച. ഈ നദി കടന്ന് അപ്പുറത്ത് ആ മലനിരകളിലേക്കും പോകാൻ സാധിക്കും. ഈ മലനിരകളിലേക്ക് ട്രെക്കിങ്ങിന് പോകുന്ന ആൾക്കാരും ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ മലനിരകളിൽ സ്നോ ലെപ്പേർഡും ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സംഘം എന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ തിരികെ ലേയിലേക്ക് യാത്ര തിരിച്ചു. ഈ ലേയിലേക്ക് പോകുന്ന വഴിയിലാണ് മാഗ്നറ്റിക് ഹില്ലും ഗുരു പത്തർ സാഹിബിൻ്റെ ഗുരുദ്വാരയുമുള്ളത്. അവിടെ രണ്ടിടത്തും ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. തിരിച്ച് റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ലേ പാലസും കൂടി ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അത് മിക്കവാറും അടുത്ത വീഡിയോയിലേ കാണത്തുള്ളൂ.
സംസ്കാർ നദിയാണ് ഈ താഴെ കാണുന്നത്. ഞങ്ങൾ മാഗ്നറ്റിക് ഹില്ലിലേക്ക് എത്തി. ബൈക്കേഴ്സിൻ്റെ പറുദീസയാണ് ലഡാക്ക്. 5ഉം 10ഉം 15ഉം 25ഉം ഒക്കെ അംഗങ്ങളുള്ള ബാച്ചുകളായി ഇവരിങ്ങനെ നീങ്ങുന്നത് കാണാം. ഇവിടെയും ഉണ്ടൊരു ബൈക്കേഴ്സിൻ്റെ ബാച്ച്. മാഗ്നറ്റിക് ഹിൽ. ബൈക്കേഴ്സ് നിൽക്കുന്നു. ഇവിടെ വാഹനം ന്യൂട്രലാക്കി കൊടുത്തു കഴിഞ്ഞാൽ താനേ ചലിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഈ 2 മഞ്ഞവരകൾക്കിടയിൽ വാഹനം നിർത്തി ഗിയർ ന്യൂട്രലാക്കി കൊടുത്താൽ താനെ നീങ്ങും എന്നാണ് പറയപ്പെടുന്നത്. ഈ വാഹനം താനെ നീങ്ങുന്നതായിട്ടാണ് കാണുന്നത്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ബൈക്കേഴ്സ് ആ മലയിലേക്ക് കയറാൻ പോകുന്ന വഴി അവരവിടെ ഒരു വട്ടം ചുറ്റി രസിക്കുകയാണ്. നമ്മളിനി നുബ്രാവലിയിലേക്ക് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ കാണാം ബൈക്കേഴ്സിൻ്റെ ബാച്ചുകൾ പോകുന്നതും തിരികെ ഇങ്ങോട്ട് വരുന്നതുമായിട്ടൊക്കെ ഒരുപാട് കാണാൻ കഴിയും. മാഗ്നറ്റിക് ഹില്ലിൽ നിന്നും ഇനി ഗുരു പത്ഥർ സാഹിബിൻ്റെ ഗുരുദ്വാരയിലേക്കാണ് അടുത്ത് പോകുന്നത്. ഇതാണ് ഗുരുദ്വാര. ആ ഗുരുദ്വാരയുടെ പുറകിൽ ആ മലമുകളിൽ കാണുന്നതാണ് ശരിക്കും പത്ഥർ സാഹിബിൻ്റെ. ഈ ഗുരു പത്ഥർ സാഹിബിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. ഇതാണ് ആ പത്ഥർ സാഹിബ്. ആ പത്ഥർ സാഹിബിൽ ഒരു മോൾഡ് പോലൊരു ഭാഗം ഉണ്ട്. ഇത് ആർമി നടത്തുന്ന ടോയ്ലറ്റാണ്. ഒരു നല്ല വൃത്തിയും ഉപയോഗയോഗ്യവുമാണ്. ഇതുപോലൊരു സ്ഥലത്ത് ഇങ്ങനൊരു ടോയ്ലറ്റ് ഫെസിലിറ്റി നിർമ്മിച്ച് പൊതുജനങ്ങൾക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആർമിക്ക്, ഇന്ത്യൻ ആർമിക്ക് നന്ദി. പണ്ട് ഗുരുനാനാക്ക് നേപ്പാൾ, ടിബറ്റ്, സിക്കിമൊക്കെ സന്ദർശിച്ച് തിരിച്ച് പഞ്ചാബിലേക്ക് ഇവിടെ ശ്രീനഗർ വഴി ഇതിലെയാണ് പോയതെന്നും ഇത് ശ്രീനഗറിലെ ഹൈവേ ആണ്.
ആ കാലഘട്ടത്തിൽ, അതായത് 1515-18 കാലഘട്ടത്തിലാണ്. ആ സമയത്ത് ഇവിടെ ജനങ്ങളെ പേടിപ്പിക്കുന്ന ഒരു ഭൂതം ഉണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം. ഇത് അറിഞ്ഞ ഗുരുനാനാക്ക് ജനങ്ങളെ സഹായിക്കാൻ തയ്യാറായി. ഇത് അറിഞ്ഞ ഭൂതം ഗുരുനാനാക്കിനെ അപായപ്പെടുത്താൻ ആ മലമുകളിൽ നിന്നൊരു കല്ല് ഉരുട്ടി വിട്ടുവെന്നും ആ കല്ല് ഗുരുനാനാക്കിനടുത്ത് എത്തുമ്പോൾ അത് ചൂടുള്ള മെഴുകുപോലെ ഉരുകി ഗുരുനാനാക്കിൻ്റെ പുറകിലേക്ക് വന്ന് തട്ടിയെന്നും അങ്ങനെയാണ് ആ മോൾഡ് ഉണ്ടായെന്നുമാണ് വിശ്വാസം. ഇന്ന് ഉച്ചയ്ക്ക് ലേയിലെത്തി എന്ന് തന്നെ ഈ യാത്രകൾ നടത്തിയതിൻ്റെ, അതായത് അക്ലിമറ്റൈസേഷൻ എടുക്കാതെ ഈ യാത്രകൾ ചെയ്തതിൻ്റെ ദോഷങ്ങൾ ഞാൻ പിന്നീട് അനുഭവിക്കുകയുണ്ടായി. അത് ഞാൻ പിന്നീട് പറയാം. അടുത്തത് ലേ പാലസിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അത് അടുത്ത വീഡിയോയിലേ കാണത്തുള്ളൂ. ഞങ്ങൾ ലേ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.